ദക്ഷിണ കൊറിയയിൽ പട്ടാള ഭരണം പ്രഖ്യാപിക്കാൻ ശ്രമിച്ച് ഇംപീച്ച് ചെയ്യപ്പെട്ട പ്രസിഡന്റ് യൂൻ സുക്കിയോളിന്റെ പുറത്താക്കലിൽ അന്തിമ വിധി ഇന്ന്. 8 അംഗങ്ങളുള്ള ഭരണഘടനാ ബെഞ്ചിൽ 6 ജഡ്ജിമാർ ഇംപീച്ച്മെന്റ് ശരിവച്ചാൽ യൂൻ പുറത്താകും. പുറത്താക്കൽ ഉണ്ടായാൽ 60 ദിവസത്തിനകം ദക്ഷിണ കൊറിയ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും. 저는 북한 공산 세력의 위협으로부터 자유 대한민국을 수호하고 우리 국민의 자유와 행복을 약탈하고 있는 파렴치한 종북 반국가 세력들을 일거에 척결하고 자유 헌정 질서를 지키기 위해 비상계엄을 선포합니다. കഴിഞ്ഞ വർഷം ഡിസംബർ 3-ന് അർദ്ധരാത്രിയാണ് ഭരണപക്ഷത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് പ്രസിഡന്റ് യൂൻ സുക്കിയോൾ ദക്ഷിണ കൊറിയയിൽ പട്ടാള ഭരണം പ്രഖ്യാപിച്ചത്. രാജ്യവിരുദ്ധ ശക്തികളെയും ഉത്തര കൊറിയൻ ചാരന്മാരെയും അടിച്ചമർത്താനുള്ള അവസാന വഴിയെന്നാണ് ജനാധിപത്യത്തെ അട്ടിമറിച്ചുള്ള നീക്കത്തെ പ്രസിഡന്റ് യൂൻ വിശേഷിപ്പിച്ചത്. എന്നാൽ പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള പ്രതിപക്ഷത്തിന് നേർക്കായിരുന്നു യൂനിന്റെ ഒളിയമ്പ്. എന്നാൽ പട്ടാള ഭരണത്തെ ചെറുക്കാൻ ജനങ്ങൾ തെരുവിലിറങ്ങി. ഭരണകക്ഷിയായ സ്വന്തം പാർട്ടി നേതാക്കളുടെ പോലും പിന്തുണയില്ലാതെ പ്രസിഡന്റ് ഒറ്റപ്പെട്ടു. നഗരവീഥികളിൽ ഇറങ്ങിയ ടാങ്കറുകളെയും തോക്കേന്തിയ സൈനികരെയും വകവയ്ക്കാതെ ജനം സൈനിക ഭരണത്തെ തള്ളി. പാർലമെന്റ് വളഞ്ഞ വൻ സൈനിക വിന്യാസത്തെയും മറികടന്ന് സഭയ്ക്കകത്തു പ്രവേശിച്ച അംഗങ്ങൾ പട്ടാള നിയമം റദ്ദാക്കാൻ ഐകകണ്ഠേന വോട്ട് ചെയ്തു. വെറും 6 മണിക്കൂറിനുള്ളിൽ യൂൻ സുക്കിയോൾ പ്രഖ്യാപിച്ച സൈനിക നിയമം പരാജയപ്പെട്ടു. രാജ്യവിരുദ്ധ പ്രവർത്തനവും കലാപാഹ്വാനവും ആരോപിച്ച് ഡിസംബർ 7-ന് പ്രതിപക്ഷ ഡെമോക്രാറ്റിക് പാർട്ടി യൂനിനെതിരെ ആദ്യ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിച്ചു. എന്നാൽ യൂണിന്റെ പീപ്പിൾസ് പവർ പാർട്ടി വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചതോടെ പ്രമേയം പരാജയപ്പെട്ടു. ഭരണകക്ഷിയുടെ 8 വോട്ടുകൾ മാത്രമാണ് അന്ന് പ്രതിപക്ഷത്തിന് വേണ്ടിയിരുന്നത്. ഡിസംബർ 14-ന് വീണ്ടും പ്രമേയം കൊണ്ടുവന്ന് പ്രതിപക്ഷത്തെ അനുകൂലിച്ച് പീപ്പിൾസ് പവറിന്റെ എംപിമാർ വോട്ട് ചെയ്തതോടെ യൂൻ ഇംപീച്ച് ചെയ്യപ്പെട്ടു. പിന്നീട് ജനുവരിയിൽ കലാപക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തെങ്കിലും സിയോൾ ജില്ലാ കോടതി അറസ്റ്റ് റദ്ദാക്കി മാർച്ച് 8-ന് യൂനിനെ ജയിൽ മോചിതനാക്കി. പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടെങ്കിലും ഇംപീച്ച്മെന്റിൽ അവസാന വാക്ക് ഭരണഘടനാ കോടതിയുടെ വിധിയാണ്. പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് ബെഞ്ച് ശരിവെക്കുന്ന പക്ഷം അടുത്ത 60 ദിവസത്തിനകം ദക്ഷിണ കൊറിയ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും. നിലവിൽ 8 അംഗങ്ങളുള്ള ഭരണഘടനാ ബെഞ്ചിൽ 6-ലധികം ജഡ്ജിമാർ അനുകൂലിച്ചാലാണ് പുറത്താക്കൽ നടപടി ഉണ്ടാകുക. അല്ലാത്ത പക്ഷം യൂൻ അധികാരത്തിലേക്ക് മടങ്ങും. യൂനിന്റെ പുറത്താക്കലിനെ തുടർന്ന് ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റ ഹാൻ ഡക് സൂവിന്റെ ഇംപീച്ച്മെന്റ് ഇത്തരത്തിൽ പരാജയപ്പെട്ടിരുന്നു. അതേസമയം ഏതു സാഹചര്യത്തെയും നേരിടാൻ വൻ സുരക്ഷാ സന്നാഹമാണ് ദക്ഷിണ കൊറിയയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. വിധി പ്രസ്താവിക്കുന്ന സിയോളിലെ കോടതി കെട്ടിടത്തിന് 100 മീറ്റർ ചുറ്റളവിൽ പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. സമീപത്തെ പുരാതന കെട്ടിടങ്ങളടക്കം എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അടച്ചിടും. തീവെപ്പ് തടയാൻ പെട്രോൾ പമ്പുകൾ അടച്ചിടും. കല്ലും മറ്റു വസ്തുക്കളും എറിയുന്നത് തടയാൻ സമീപത്തെ ബഹുനില കെട്ടിടങ്ങളുടെ ടെറസുകളിലേക്കും പ്രവേശനം നിരോധിച്ചു. നായാട്ടിനായി അനുവദിച്ച തോക്ക് വിൽപ്പന നിർത്തിവെക്കുകയും ലൈസൻസ് ഉള്ളവരെ GPS വഴി ട്രാക്ക് ചെയ്യാനുമാണ് പോലീസിന്റെ നീക്കം. ഡ്രോണുകളെ തടയാൻ കോടതിക്ക് മുകളിൽ നോ ഫ്ലൈ സോണും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിയോളിലുടനീളം 14,000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് വിധി ദിനത്തെ സുരക്ഷയ്ക്കായി സജ്ജമായിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.